ജീവിതത്തില് ഒരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് ഈ പാഷൻ പറയുന്നത്. ഇത് ചെയ്താൽ എനിക്ക് വലിയ പ്രതിഫലം ഒന്നും കിട്ടുമെന്ന് തോന്നില്ല, എന്നാൽ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് എന്റെ മേഖല എന്ന് നിങ്ങൾ ഒരു മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും നിങ്ങളുടെ പാഷൻ. ഞാനിത് ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടും, ഇത്ര മണിക്കൂർ പടം എടുത്താൽ ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് അപ്പണി ചെയ്യാന്ന് വിചാരിക്കുന്നതിന് അത് പാഷനല്ല, അത് പൈസയോടുള്ള സ്നേഹം, ജീവിത സുഖങ്ങളോടുള്ള താല്പര്യം, അതല്ല പാഷൻ. നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, നമ്മൾ വാച്ചേ നോക്കില്ല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് നോക്കില്ല, എത്ര സമയം പോയെന്നറിയില്ല, അത് എത്ര പൈസ ചെലവഴിച്ചെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നൊരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അതിനാണ് യഥാർത്ഥ പാഷൻ. നിങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടണമെങ്കിൽ, നിങ്ങളെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആ മേഖലയിലെ ഏറ്റവും മിടുക്കനായ ഒരു പ്രതിഭയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ഒരാൾക്കും അവൻ ഇഷ്ടപ്പെടാത്ത പാഷനേറ്റ് അല്ലാത്ത മേഖലയിൽ പ്രതിഭയാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ജയിച്ചോളെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകും. എനിക്ക് എന്നെ കൊണ്ട് നല്ല ബോധ്യം, അത്രയുള്ള ഞാൻ ആരാണ്, എന്താണ് എന്റെ വഴി, എന്താണ് ഞാൻ എവിടെയാണ് എത്തുന്നത്, അതിനാരും ഞാൻ ആ ലക്ഷ്യക്കാരുടെ ദേശീയം മറ്റാർക്കും ഉത്തരവുണ്ടാകാറുണ്ട്. ഭാഗ്യമല്ല ഒരാളെ മിടുക്കനാക്കുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് കടാക്ഷിക്കുമായിരിക്കാം. അത് നിരന്തരം കഠിനാധ്വാനം ചെയ്യുകയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്നവരെ വല്ലപ്പോഴും ഒരു ഭാഗ്യം കൂടെ അടിക്കുമ്പോൾ അസന്നിധ്യമാകും. എന്നാൽ ഈ കഠിനാധ്വാനവും നിരന്തര ശ്രമവും ഇല്ലാത്ത ഒരിക്കലും ഭാഗ്യം കിട്ടിയാലും ഉള്ളിലാണ് പോകും. അതാണ് സംഭവിക്കുക. അപ്പൊ ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനിയും നിരന്തര പരിശ്രമശാലിയും ലക്ഷ്യബോധമുള്ള ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ ഗുണമുള്ള അതിൻ്റെ അർത്ഥം. ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറും. അപ്പൊ അപസ്വസ്തി കാര്യം പിടികിട്ടി. ശമ്പളം മേടിക്കുന്നവനാകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ മാറുമെന്നുള്ള ജീവിത ലക്ഷ്യമാണ് ജീവിച്ച വിശ്വസിക്കുന്നത്. കേരളം ഫ്ലറിഷ് ചെയ്യും, സംരംഭകരാകും.